എന്താ ഞാൻ കൂടെ പോയാല് പോകണ്ട. വിടമാട്ടെ. ആ ജിഷാദേ, വന്നേതരം നന്നായി. ഇത് ഒരു 10-30 വർഷം മുമ്പേ ഇറങ്ങിയിട്ടുള്ള ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഭാഗം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതില് അതിഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ് ശോഭന ഇതിൽ അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന 2 വ്യക്തികളായിരുന്നു നകുലനും ഗംഗയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയും ശോഭനയും. ഇതിൽ നമ്മുടെ കഥാപാത്രം ശോഭനയ്ക്ക് വളരെ ചെറുപ്പത്തിലെ മുത്തശ്ശിയിൽ നിന്ന് കേട്ടിട്ടുള്ള പല കഥകളും കെട്ടുകഥകളും അതിലെ കഥാപാത്രങ്ങളും അവരുടെ ഉപബോധ മനസ്സിൻ്റെ അകത്തിൽ ശരിക്കും അങ്ങോട്ട് ഉറച്ച് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അതങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ ഉണ്ട്, അത് എവിടെയും പോയിട്ടില്ല. ആ ഉപബോധ മനസ്സിൽ ചെറുപ്പത്തിൽ കിടക്കുന്ന ഈ എല്ലാ ഇൻഫർമേഷൻസും ഭാവിയിൽ പിന്നൊരു ദിവസം അവർ ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം അവിടെയുള്ള പല ചുമർ ചിത്രങ്ങളും അവിടെയുള്ള ഓരോ ആൾക്കാരും അവരുടെ സിറ്റുവേഷൻസും ഒക്കെ വന്നപ്പോൾ അവർക്ക് അത് വീണ്ടും അവരുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വന്നു. മാത്രമല്ല, ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു റൂം തുറന്നപ്പോൾ അതിൻ്റെ അകത്തുള്ള പൊടിപടലങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അവർ കാണുന്നത് കുറേ ചുമർ ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അവരിത് കമ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം അവർ ചെറുപ്പത്തിൽ മുത്തശ്ശി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ അവരുടെയൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു ചിത്രം വെച്ചിട്ട് അവരിതിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ചിത്രമാണ്, അവരുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളാണ് എന്നൊക്കെ അവരൊക്കെ ഉറച്ച് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലങ്ങോട്ട് അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക രോഗത്തിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, MPD എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ പേരൻസ് അടുത്ത് ഉണ്ടെങ്കിലും പേരൻസ് അടുത്ത് ഇല്ലെങ്കിലും മിക്ക കുട്ടികളും ഈ യൂട്യൂബ്സ് വീഡിയോനും പിന്നെ ഗെയിംസിനും ഒക്കെ അടിമകളാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എപ്പം നോക്കിക്കഴിഞ്ഞാൽ അവർ ഗെയിംസിലായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ആയിരിക്കും. ഓരോ പേരൻസും ഓരോ കുട്ടികളും അവർ ഏത് ഗെയിംസാണ് കളിക്കുന്നത് നോക്കണം, ഏത് യൂട്യൂബ് ചാനലാണ് അവർ ഫോളോ ചെയ്യുന്നത് നോക്കണം, എത്ര സമയം അവർ ഇതിൽ ഇരിക്കുന്നുണ്ടെന്ന് നോക്കണം. കാരണം ഇതൊക്കെ അവരുടെ ബ്രെയിനിനെ വളരെ സാരമായിട്ട് ബാധിക്കുകയും കുറച്ചൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഗെയിംസും റീൽസും കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അനുയോജ്യമല്ലാത്ത ഒരു ഗെയിംസും ഒരു റീൽസും അവരെ കാണിക്കാനേ പാടില്ല. എക്സാമ്പിൾ, ഹൊറർ സൈക്കോ ത്രില്ലർ ഗെയിമുകൾ, പിന്നെ ക്രൂവാലിറ്റി കൂടിയിട്ടുള്ള ഗെയിമുകൾ, ഇതൊക്കെ തീർച്ചയായും അവർ കാണാൻ പാടില്ല. നമ്മുടെ മനസ്സിന് ഒരു 2 തലങ്ങളാണുള്ളത്. ചില ആൾക്കാർ പറയും 3 തലമുണ്ടെന്ന്. ഓക്കെ, മിനിമം 2 ബോധതലമുണ്ട്, ഉപബോധ തലമുണ്ട്. ബോധ മനസ്സെന്ന് പറയും, ഉപബോധ മനസ്സെന്ന് പറയും. അപ്പോൾ ഈ ബോധതലത്തിലുള്ള വരുന്ന എല്ലാ കാര്യങ്ങളും അന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് പോകും. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴും അത് ഉപബോധ മനസ്സിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും, അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അവർ ഓരോ ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചാനൽസ് കണ്ടിട്ട് അതിലുള്ള ഓരോ ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിലുള്ള കഥാപാത്രങ്ങളും അതിലെ കഥകളും അതിൽ നിന്ന് അവരെന്താണോ പഠിക്കുന്നത്, നെഗറ്റീവായിട്ട് എന്തൊക്കെയാണോ അവർ പഠിക്കുന്നത്, ഇത് മുഴുവൻ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഉറപ്പായിട്ടും ഭാവിയിൽ നേരത്തെ നമ്മൾ ഗംഗ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുമാതിരിയുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ സംഭവങ്ങൾ തിരിച്ചു വരും. അവരുടെ ഓരോ ആക്ഷൻസും വർഷങ്ങൾക്ക് മുമ്പ് ഉപബോധ മനസ്സിൽ എന്താണോ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും ഇവർ മറ്റുള്ള ജനങ്ങളോട് പെരുമാറുന്നത്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള പല രീതിയിലുള്ള മാനസിക രോഗങ്ങൾക്ക് അടിമകളാണ് ഇന്നുള്ള ചില ആൾക്കാരൊക്കെ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, വളരെ ചെറിയ ആൾക്കാർ. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഓരോ പേരൻറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ESRB PEJ റേറ്റിംഗ് അത് ശ്രദ്ധിക്കണം. ഗെയിമിൻ്റെ കണ്ടന്റ്, പിന്നെ പേരൻ്റൽ കൺട്രോൾ, ഇത് 3ഉം തീർച്ചയായും ഓരോ പേരൻറ്റും ഓരോ കുട്ടികളിലും ശ്രദ്ധിച്ചിരിക്കണം. ഇതൊന്നും കൂടാതെ കുട്ടികളെ അവരുടെ ദിവസേനയുള്ള കാര്യങ്ങൾ, സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളായാലും പുറത്ത് നടക്കുന്ന കാര്യങ്ങളായാലും അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയിട്ടുള്ളോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും അവർക്ക് എല്ലാ ദിവസവും രക്ഷിതാവിൻ്റെ അടുത്ത് വന്നിട്ട് യാതൊരു പേടിയുമില്ലാതെ പറയാനും അത് വളരെ കൃത്യമായിട്ട് കേൾക്കാനും അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടുകൾ കൊടുക്കാനും ഓരോ രക്ഷിതാവും തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നിങ്ങൾ കുട്ടികളെയും കൊണ്ട് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമസ്കാരം, താങ്ക് യു.